നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരു വശത്ത് ഭാരതം ജനാധിപത്യ രാജ്യമാണെന്ന് പറയുകയും എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ സാമുദായിക നിയമങ്ങൾ മാത്രമേ പാലിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടെടുക്കുകയും ചെയ്യുകയാണ് ചില സമുദായങ്ങളുടെ പതിവ്. എന്നാൽ ഈ ഇരട്ടത്താപ്പ് രണ്ടായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ജനാധിപത്യ ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കണം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 125 പ്രകാരം വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാൻ അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതി ബുധനാഴ്ച വിധിച്ചു. രാജ്യത്തെ മതേതര നിയമങ്ങൾക്ക് കീഴിലുള്ള ജീവനാംശത്തിന്റെ കാര്യങ്ങളിൽ മുസ്ലിം സ്ത്രീകളോട് കാണിക്കുന്ന ഏതൊരു വിവേചനവും ലിംഗനീതിക്കും സമത്വത്തിനും എതിരായിരിക്കുന്നതിനാൽ അത് അനുവദിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് 1984 തന്നെ ഷഹബാനു വേഴ്സസ് അഹമ്മദ് ഖാൻ കേസിൽ അന്നത്തെ സുപ്രീം കോടതി വിധിച്ചിരുന്നു. അന്ന് 70 വയസ്സുള്ള ഒരു പാവം സ്ത്രീക്ക് കൊടുക്കേണ്ടിയിരുന്ന നിസ്സാരമായ തുക നൽകുന്നതിന് പകരം ചരിത്രത്തിൽ തന്നെ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ക്രൂരമായ മുസ്ലിം പ്രീണനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അന്നത്തെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ. 1984 തിരഞ്ഞെടുക്കപ്പെട്ട അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ മതമൗലികവാദികൾ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന സംരക്ഷണ നിയമം 1986 പാസ്സാകുന്നതിന് തീവ്ര ചിന്താഗതിക്കാരായ പുരോഹിതന്മാർ പ്രേരിപ്പിച്ചു. ഈ നിയമം ഷഹബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അസാധുവാക്കി. 1986 മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശ സംരക്ഷണം നിയമം സുപ്രീം കോടതി വിധിയെ ദുർബലപ്പെടുത്തുകയും വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ഇദത്ത് കാലയളവിൽ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം വെറും 90 ദിവസം വരെ ജീവനാംശം നൽകിയാൽ മതി എന്ന് പറയുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വർഗീയവും മതേതര വിരുദ്ധവുമായ നിയമമാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ ഏതൊരു മതവിഭാഗത്തിന് കൊടുക്കുന്ന ഏതൊരു സ്വാതന്ത്ര്യവും പ്രത്യേക ഇളവും ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വിധിയിലൂടെ സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇതോടുകൂടിയാണ് വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് BJP മുന്നോട്ട് വന്നത്. കോൺഗ്രസ് പാർട്ടി കാരണം ഭരണഘടനയ്ക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്ന വലിയൊരു ഭീഷണി ഇന്ന് സുപ്രീം കോടതി എടുത്തു മാറ്റിയതായി പ്രസ്താവിച്ച് BJP വക്താവും രാജ്യസഭാ MP-യുമായ സുധാൻഷു ത്രിവേദി രംഗത്തു വന്നു. മുസ്ലിം വ്യക്തി നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഇന്ത്യൻ പൗരയായ സ്ത്രീക്ക് ജീവനാംശത്തിന് അനുമതി ഉണ്ട് എന്ന് സുപ്രീം കോടതി വിധിച്ച സാഹചര്യത്തിലാണ് BJP വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. BJP എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഏകീകൃത സിവിൽ കോഡ് എന്താണെന്ന് പകുതി നടപ്പിലായതുപോലെയാണ് ഈ വിധി എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാവുകയില്ല.